വെൽക്കം ടു ഓൾ ടു ANT ലോ വേൾഡ്. സാമൂഹ്യ ജീവിയായ മനുഷ്യർക്ക് അനുദിനം പല കാര്യങ്ങളിലും പരസ്പരം ആശ്രയിക്കേണ്ടതായി വരാറുണ്ട്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൊടുക്കൽ വാങ്ങലുകൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. പൗരാണിക കാലത്ത് ബാർട്ടർ സമ്പ്രദായം ആണ് നടന്നിരുന്നതെങ്കിൽ ഇന്ന് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരം പണമാണ് നൽകേണ്ടത്. എന്നാൽ നാം നൽകുന്ന പണത്തിൻ്റെ മൂല്യത്തിന് തക്കതായ ഗുണമേന്മ പണം കൊടുത്തു വാങ്ങുന്ന സാധനത്തിനോ സേവനത്തിനോ ലഭിക്കാറില്ല. വൻകിട കുത്തക വ്യാപാരികളും സേവനദാതാക്കളും കടന്നു വന്നതാണ് പ്രധാന കാരണം. ഇത്തരം സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അടിസ്ഥാനമാക്കിയാണ് ഇത്തരം കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനുകളും അപ്പലേറ്റ് അതോറിറ്റിയായി തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ്റെ ക്യാമ്പ് സിറ്റിംഗ് എറണാകുളത്തും ഉണ്ട്. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം പണം കൊടുത്തു വാങ്ങുന്ന സാധനങ്ങൾക്ക് കൃത്യമായ ഗുണമേന്മ ഉണ്ടായിരിക്കുകയും സേവനങ്ങൾക്ക് വീഴ്ച ഉണ്ടാവാതിരിക്കുകയും ചെയ്യുക എന്നത് അവരുടെ അവകാശമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഗണിക്കപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് അതാത് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനുകളെ സമീപിക്കാവുന്നതാണ്. ഇത്തരം കമ്മീഷനുകളിൽ ഒരു പ്രസിഡന്റും 2 മെമ്പർമാരും അടങ്ങിയ ബെഞ്ചാണ് കേസുകൾ പരിഗണിക്കുകയും തീർപ്പാക്കുകയും ചെയ്യുന്നത്. കൃത്യമായ ഫോർമാറ്റിൽ എഴുതി തയ്യാറാക്കിയ പരാതിയാണ് നൽകേണ്ടത്. അഭിഭാഷകർ മുഖേനയോ നേരിട്ടോ പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. ഇത്തരം പരാതികൾ സമർപ്പിക്കുന്നതിന് നിസ്സാര കോർട്ട് ഫീ മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. അതാത് കമ്മീഷനുകളിലെ കേസുകളുടെ ബാഹുല്യമനുസരിച്ച് കാലതാമസമില്ലാതെ ഇത്തരം കേസുകൾ തീർപ്പാക്കപ്പെടുന്നതാണ്. തുടർന്നുള്ള കാര്യങ്ങൾ വരും വീഡിയോകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.